1885 കാർത്തികപ്പള്ളിയിൽ TK മാധവൻ ജനിക്കുന്നത്. 1885 പാട്യം, കണ്ണൂരിലെ പാട്യം എന്ന് പറയുന്ന ഗ്രാമത്ത് വാഗ്ഭടാനന്ദ സ്വാമികൾ ജനിക്കുന്നത്. നീര് തുളസിക്കിടുന്നു, വെണ്ണിക്കുളം, വെണ്ണീരിട്ട് കഴിഞ്ഞാൽ തുളസി നന്നായിട്ട് വളരും. ഇനി വാലറ്റിൽ ബാലൻസ് ഇല്ലെങ്കിലോ, സേവിങ്സ് ഇല്ലെങ്കിലോ, വാലറ്റിൽ സേവിങ്സ് ഇല്ലെങ്കിൽ നമ്മൾ വൈകും. ഓമന കുഞ്ഞിന്റെ മുന്നിൽ വാ നീ, പിഞ്ചുകൈ നീട്ടി കുതൂകത്തോടെ കൊഞ്ചി വിളിക്കുന്നു പൈതൽ നിന്നെ. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാം കൂട്ടുകാർ, എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരള നവോത്ഥാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരള ചരിത്രത്തിൽ കേരള നവോത്ഥാനം. വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ ഒരു ക്ലാസിന്റെ പ്രത്യേകത, ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അപ്പൊ അത്തരം ചോദ്യങ്ങളുടെ നമ്മളൊരു ടോപ്പിക് രസകരമായി കഥ രൂപത്തിൽ പറഞ്ഞു പഠിക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കില്ലേ? നോക്കൂ, ഒരു ചോദ്യം 2023 ചോദിച്ച 2 ചോദ്യങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവരിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം ഞാൻ പറയാം, നിങ്ങൾക്ക് ഇതിനോടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പണ്ഡിറ്റ് കറുപ്പനാണ് ഇതിന്റെ ഉത്തരം. ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. അടുത്തൊരു ചോദ്യം നോക്കൂ കൂട്ടുകാരെ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടോ, ഭീതി വേണ്ട തരികതനിക്കു നീ എന്നീ പ്രകാരം ദാഹജലം ചോദിച്ചത് ആരാണ്? ഈ അടുത്ത കാലത്ത് 2023 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ PSC പരീക്ഷകളിൽ കടന്നു വരുന്നുണ്ട്. ഇതിന്റെ ഉത്തരം എന്താണെന്ന് കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ചിലർ പറയും കമന്റ് നോക്കാനൊന്നും സമയമില്ല. കമന്റ് നോക്കാൻ സമയമില്ലാത്തവർക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരും. അപ്പോ ദിവാകരൻ നളിനിയോടാണോ പറഞ്ഞത്? മദനൻ ലീലയോടാണോ പറഞ്ഞത്? ആനന്ദൻ മാതങ്കിയോടാണോ? പഠിച്ചാലേ ഉത്തരം കിട്ടത്തുള്ളൂ. നോക്കൂ, അടുത്തൊരു ചോദ്യം. അതിനു മുമ്പായിട്ട് 2023 ചോദിച്ച ചില ചോദ്യങ്ങൾ നോക്കൂ. ഇത് ഒരു പരീക്ഷയിലെ വ്യത്യസ്ത കോഡുകളല്ല കേട്ടോ, അടുത്തടുത്ത മാസങ്ങളായി ചോദിച്ച ചില ചോദ്യങ്ങളാണ്. ഇപ്പൊ നമ്മള് കുറച്ച് വരികൾ പാടിയില്ലേ, അതുപോലെ ഒരുപക്ഷെ ചോദിക്കാം. കേരളം ആകമാനം പാടിയ ചില വരികളുണ്ട്. ഇങ്ങനെയാണല്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശ്രീശങ്കരാചാര്യ സ്വാമി മുന്നം കാശിയിൽ വച്ചു കുളി കഴിഞ്ഞു, ഈശനെ കാണുവാൻ പോയപ്പോൾ ഉണ്ടായ പേശലിതു കേൾക്കയോഗ പെണ്ണെ, അതു മോശത്തരം തീർക്കും ജ്ഞാന പെണ്ണെ. ഈ വരികള് ഏത് കൃതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് അറിയാമല്ലോ. ജാതിക്കുമ്മിയാണല്ലേ. നോക്കൂ, ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മിയുടെ കർത്താവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണല്ലേ, ഒരുപാട് ചോദിക്കുകയാണ് വ്യത്യസ്ത മാസങ്ങൾ പരീക്ഷകൾ. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ജാതിക്കുമ്മി എന്ന കൃതി. അതിലെ വരികളാണ് ഞാൻ പാടിയത്. അപ്പൊ നോക്കൂ, അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? കൂട്ടുകാർക്ക് അറിയാം, അരയ സമാജത്തിന്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പനാണ്. ഇതാ മറ്റൊരു ചോദ്യം. നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയെ കൊടുത്തിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുവിനെ കൊടുത്തിട്ടുണ്ട്, ചട്ടമ്പി സ്വാമി കറുപ്പൻ. ഇവിടെ എളുപ്പം കിട്ടും, കാരണം ശ്രീനാരായണ ഗുരു ദൈവദശകം, ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി കെട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ A ആണെന്ന് കണക്ട് ചെയ്യാം. KP കറുപ്പന്റെ കൃതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പഠിക്കണം നമ്മള്. ആചാരഭൂഷണമാണ്. ചോദ്യം നോക്കൂ, 2024 ഞാൻ ഈ ക്ലാസ് ഓഫ്ലൈനിന് വേണ്ടി എടുത്തൊരു ക്ലാസ് ആയിരുന്നു, സെറ്റ് ചെയ്തായിരുന്നു. അന്ന് ക്ലാസ് എടുക്കുന്നതിന് തൊട്ട് തലേ ദിവസം നടന്നൊരു പരീക്ഷയായിരുന്നു. എനിക്കിപ്പോ ഓർമ്മയുണ്ട്, ഗാന്ധി ബോർഡിന്റെ. ആ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമായിരുന്നു, ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഏതാണ്? അരയ സമാജമാണോ, ആര്യ സമാജമാണോ, ഹിതകാരണി സമാജമാണോ, പ്രാർത്ഥന സമാജമാണോ? എല്ലാവർക്കും അറിയാം, അരയ സമാജമാണ്. അപ്പൊ നമുക്കിന്ന് KP കറുപ്പനെ ഒന്ന് പഠിച്ചാലോ? നിങ്ങൾ എന്റെ കൂടെയില്ലേ? കട്ടയ്ക്ക് കൂടെ നിൽക്കുക. നല്ല രസകരമായി നമുക്ക് പഠിക്കാം. മക്കളെ, കേരളത്തിനകത്ത് 1885 എന്ന് പറയുന്ന വർഷം മെയ് മാസം 24-ാം തീയതി 1885 എന്ന് പറയുമ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനിച്ച വർഷമല്ലേ 1885. ഈ വർഷം എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ, ഇദ്ദേഹത്തിന്റെ പേര് കറുപ്പൻ എന്നാണ്. കറുപ്പ് കളറുമായി ബന്ധപ്പെട്ടൊന്നുമല്ല ആ പേര് വന്നത്, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ കറുത്ത കളറാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ചേരകൾക്ക് ഇല്ലേ. അപ്പൊ കറുത്ത കളറുള്ള ചേര, ആ ചേരയെ ഓർത്തു വെക്കുക. ഇദ്ദേഹം ജനിച്ച നാട് PSC പരീക്ഷയില് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരിൽ 1885 മെയ് മാസം 24-ാം തീയതി ആര് ജനിക്കുകയാണ്? പണ്ഡിറ്റ് കറുപ്പൻ ജനിക്കുകയാണ്. പാപ്പുവിന്റെയും കൊച്ചു പെണ്ണിന്റെയും മകനായിട്ട് നമ്മുടെ താരം കറുപ്പൻ ജനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ശങ്കരൻ എന്നായിരുന്നു.
ഇദ്ദേഹം ജനിക്കുന്ന ആ ഒരു വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനിച്ചു എന്ന് പറഞ്ഞില്ലേ? കൂട്ടുകാർ ആലോചിച്ച് നോക്കിക്കേ. 1885 കാർത്തികപ്പള്ളിയിൽ TK മാധവൻ ജനിക്കുന്നത്. 1885 പാട്യം, കണ്ണൂരിലെ പാട്യം എന്ന് പറയുന്ന ഗ്രാമത്ത് വാഗ്ഭടാനന്ദ സ്വാമികൾ ജനിക്കുന്നത്. പഠിക്കാൻ പറ്റുന്നുണ്ടോ? വാഗ്ഭടാനന്ദൻ ജനിച്ചതും പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചതും TK മാധവൻ ജനിച്ചതും 1885 കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മെയ് മാസം 24 എന്ന് പറയുമ്പം കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് അറിയുന്നവർ, കാസർഗോഡ് ജില്ല, കറുപ്പൻ എന്ന് പറയുന്ന നവോത്ഥാന നായകൻ ജനിച്ചത് 1885 മെയ് മാസം 24 കാസർഗോഡ് ജില്ല രൂപീകരിച്ചത് എന്നാണ്? അത് 1985 അല്ല 84 ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. വെറുതെ ഒരു രസകരമായിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. പഠിക്കാൻ പ്രത്യേകിച്ച് ഒരു കണക്ട് ചെയ്ത് വെക്കാൻ കോഡൊന്നുമില്ല. പക്ഷെ കാസർഗോഡ് ജില്ല രൂപീകരിച്ചത് മെയ് 24 കാര്യം ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? കിട്ടിയിട്ടുണ്ടാവും. നോക്കൂ, കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണ പേര്. എന്താണ് പേര്? കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ. കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ അഥവാ പണ്ഡിറ്റ് കറുപ്പൻ. കൂട്ടുകാരെ, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്, കുഞ്ഞമ്മയാണ്. ഇദ്ദേഹം കല്യാണം കഴിച്ച ആരെയാണ്? കുഞ്ഞമ്മേന. നമ്മുടെ നാട്ടിൽ കുഞ്ഞമ്മ എന്നൊക്കെ പറയും, ഇളയമ്മ കുഞ്ഞമ്മ. കുഞ്ഞമ്മ കേട്ടോ, ഇവരുടെ പേരായിരുന്നു കുഞ്ഞമ്മ. അപ്പൊ കൊച്ചുപെണ്ണിന്റെയും പാപ്പുവിന്റെയും, പാപ്പു എന്ന് പറയുമ്പോൾ അച്ഛന്റെ പേരാണ്. അച്ഛനെ നാട്ടുകാര് സ്നേഹത്തോടു കൂടി അത്തോ പൂജാരി എന്ന് വിളിച്ചിരുന്നു. ചില പുസ്തകത്തിനകത്തൊക്കെ നിങ്ങൾക്ക് വേറെ കാണാം. ഒക്കെ ഒന്ന് തന്നെ കേട്ടോ, അത്തോ പൂജാരി എന്ന് വിളിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛനെ. അങ്ങനെയും അറിയപ്പെടുന്നുണ്ട് പാപ്പു. അപ്പൊ കണ്ടത്തുപറമ്പിൽ പാപ്പു കറുപ്പൻ ജനിക്കുകയാണ്. കുട്ടിക്കാലത്തെ പേര് ഞാൻ പറഞ്ഞു ശങ്കരൻ എന്നാണ്. ശങ്കരൻ എന്നുള്ള പേര് മാറ്റിയിട്ട് കറുപ്പൻ എന്ന് ആക്കുന്നുണ്ട്. അപ്പൊ കറുപ്പൻ കറുപ്പൻ നമ്മൾ മലയാളികൾ പറഞ്ഞു അങ്ങനെ കറുപ്പനായി മാറിയതാണ്. ശരിക്കും കറുപ്പൻ എന്ന് പറഞ്ഞാൽ തമിഴ് ഭാഷയില് അവിടുത്തെ ഒരു തമിഴ് ഗോസായിമാർ ഒരിക്കലും ഇവരുടെ വീട്ടിൽ വരുന്നില്ല. കഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഓഫ്ലൈൻ സെന്ററിലാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കഥ പോലെ പറഞ്ഞു പഠിക്കായിരുന്നു. ഇപ്പൊ ഓൺലൈൻ അല്ലെങ്കിൽ യൂട്യൂബിലാകുമ്പോൾ നിങ്ങൾ ഇത് കാണത്തില്ല, പിന്നീട് വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം. അതുകൊണ്ട് ഞാൻ ഓവർ കഥ പറയുന്നില്ല. ഒരിക്കലും ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് വന്നിട്ട് ഇദ്ദേഹത്തെ കണ്ട സമയത്ത് ഈ ഗോസായിമാരെന്ത് പറയുകയാണ്, നല്ല കുട്ടിയാണല്ലോ, ഈ കുട്ടി എന്തായാലും ഒരു നല്ല ജ്ഞാനിയായിട്ട് മാറും. അപ്പൊ ശങ്കരൻ എന്നുള്ള പേര് നമുക്ക് വേണ്ട. ഇദ്ദേഹം എന്താണ്? ഇദ്ദേഹം വലുതായി കഴിഞ്ഞാൽ വലിയൊരു വിദ്വാനായിട്ട് മാറും. അതുകൊണ്ട് ജ്ഞാനി, പണ്ഡിതൻ എന്ന അർത്ഥം വരുന്ന കറുപ്പൻ എന്നിടാം എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ആ പേര് പിന്നീട് കറുപ്പനായി മാറുന്നത്. ആ ആളുകൾ പറഞ്ഞത് അന്വർത്ഥമാവും വിധം പിൽക്കാലത്ത് കേരളം കണ്ട ഏറ്റവും മഹാനായ ഒരു പണ്ഡിതനായിട്ട് ഇദ്ദേഹം മാറുകയാണ് അല്ലെ? നോക്കൂ, ഇദ്ദേഹത്തിന്റെ വസതിയുടെ പേര് സാഹിത്യ കുടീരമാണ്. ഒട്ടനവധി രചനകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാഹിത്യ മേഖലയില് കേരള നവോത്ഥാനത്തിൽ ഇദ്ദേഹത്തെ പോലെ ഒരു സ്ഥാനമുള്ള വേറൊരു വ്യക്തിയില്ല. അതുകൊണ്ട് കൂട്ടുകാർ പഠിച്ചു വെക്കുക, വസതിയുടെ പേര് സാഹിത്യ കുടീരം. എന്താണ് സാഹിത്യ കുടീരം? ഇദ്ദേഹത്തിന്റെ ആദ്യ ഗുരു ആരാണെന്ന് ചോദിക്കും. 2 ഗുരുക്കന്മാരെ നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചാലോ. അഴീക്കൽ വേലുവൈദ്യനും മംഗലപ്പിള്ളി കൃഷ്ണനാശാനും. നോക്കൂ കൂട്ടുകാരെ, ഏതൊക്കെയാണ് പേരുകള്? അഴീക്കൽ വേലുവൈദ്യൻ ആദ്യത്തെ ഗുരുവാണ്. സംസ്കൃത കാവ്യങ്ങളൊക്കെ ഇദ്ദേഹം അഭ്യസിച്ച പിന്നീട് മംഗലപ്പിള്ളി കൃഷ്ണനാശാൻ ഇടുന്നതാണ്. അപ്പൊ അഴീക്കൽ വേലുവൈദ്യന് ആദ്യകാല ഗുരു, മംഗലപ്പിള്ളി കൃഷ്ണനാശാൻ പിന്നീട് അദ്ദേഹം ഈ പറയുന്ന സംസ്കൃത കാവ്യങ്ങളൊക്കെ പഠിച്ചെടുത്ത അദ്ദേഹത്തിന്റെ ഗുരുവാണ്. ഇദ്ദേഹം പിന്നീട് കൊടുങ്ങല്ലൂർ കോവിലകത്ത് പോവുകയാണ്. കൊടുങ്ങല്ലൂർ കോവിലകത്ത് പോയിട്ട് അവിടുന്നാണ് സംസ്കൃത പഠനം മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്വായത്തമാക്കുന്നത്. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയ വ്യക്തിയാണ്. സാഹിത്യത്തിലൂടെ ഒരുപാട് നല്ല രചനകൾ നടത്തി. അതിന് പേരിൽ സാമൂഹിക മാറ്റത്തിനായി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തന്റെ ജോലി പോലും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുണ്ട്. നോക്കൂ, കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ ഈ പറയുന്ന വലിയ പദവികൾ അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോഴും ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം ഉഴിഞ്ഞു വെച്ച് അതിനുവേണ്ടി അഹോരാത്രം കഠിന പ്രയത്നം ചെയ്ത് സാമൂഹിക മണ്ഡലത്തിൽ ഇടപെട്ട പണ്ഡിറ്റ് കറുപ്പനെ നമ്മൾ സ്നേഹപൂർവ്വം എന്ത് വിളിക്കും? അതുകൊണ്ട് കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ എന്ന് വിളിക്കും അല്ലെ? കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ. കറുപ്പൻ, ലിങ്കൺ, ലങ്ക. കാരണം കേരളത്തിന്റെ ലിങ്കൺ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൃതി ലങ്കാമർദ്ദനം കണക്ട് ചെയ്ത് വെക്കാം. കേരളത്തിന്റെ ലിങ്കൺ, ലങ്കാമർദ്ദനം എന്ന കൃതി ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കിട്ടുന്നുണ്ടോ? നോക്കൂ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ട്. ഒന്ന് കൊച്ചി മഹാരാജാവുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് കേരളവർമ്മ വലിയ കോയി തമ്പുരാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കൊച്ചി രാജാവാണ് അദ്ദേഹത്തിന് കവി തിലക പട്ടം നൽകുന്നത്. കൂട്ടുകാർ ശ്രദ്ധിച്ചു പഠിക്കണം. പണ്ഡിറ്റ് കറുപ്പന് കവി തിലക പട്ടം നൽകിയത് ആരാണ്? കൊച്ചി രാജാവാണ്. കവി തിലക പട്ടം നൽകിയത് കൊച്ചി രാജാവാണ്. അദ്ദേഹം കവി തിലകൻ എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചതും ഈ കൊച്ചി രാജാവാണ്. വലിയ സംഭാവനയാണ് അദ്ദേഹം. നല്ല ഒരുപാട് രചനകൾ നടത്തുകയാണ് അല്ലെ? അതുകൊണ്ട് തന്നെ സാഹിത്യ നിപുണൻ എന്നും കവി തിലക പട്ടമൊക്കെ നൽകുകയാണ്.
കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ വിദ്വാൻ എന്നുള്ള ഒരു സ്ഥാനപ്പേര് അദ്ദേഹത്തിന് നൽകി. അപ്പൊ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്നുള്ള സ്ഥാനപ്പേര് നൽകിയത് വലിയ കോയി തമ്പുരാനാണ്. വലിയ കോയി വിദ്വാൻ. കൊച്ചി രാജാവ് കവിതിലക പട്ടം. കൃത്യമായിട്ട് മാറാതെ പഠിച്ചു വെക്കുക. വലിയ കോയി തമ്പുരാൻ എന്താ നൽകിയത്? വിദ്വാൻ എന്ന സ്ഥാനപ്പേര്. ഓക്കെ, വിദ്വാൻ. ഇവിടെ ഒരു ചോദ്യം പിടിച്ചോ നിങ്ങള്? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് PS ഈ അടുത്ത കാലത്തും ചോദിച്ചു. ഈ കഴിഞ്ഞ LDC എക്സാമിനും ഇത് ചോദിച്ചു. നമ്മുടെ പിള്ളേരെ ഞാനിത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളിത് പറഞ്ഞ് പഠിച്ചത് കൊണ്ട് തന്നെ അവർക്കൊക്കെ കിട്ടിയ പെട്ടെന്ന് പരീക്ഷയ്ക്ക് അല്ലെ, കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ഉള്ളൂർ AR രാജരാജവർമ്മ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഇത് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് കിട്ടും, അത് AR രാജരാജവർമ്മയാണ്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് മാറാൻ സാധ്യതയുണ്ട്. അതിനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഈ അടുത്ത LDC എക്സാമിന് ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ട് 2024. ഓക്കെ, അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. കേരള പാണിനി. പാണന്റെ പാട്ടുകൾ നമുക്ക് എല്ലാം ഇഷ്ടമാണ് അല്ലെ? നമ്മൾ പണ്ട് കാലത്തെ പാട്ടുകളൊക്കെ വാമൊഴിയായിട്ടല്ലേ പാണം പാടി നടക്കുന്ന കേൾക്കാറില്ലേ? അപ്പൊ പാണം എന്ന് കേൾക്കുമ്പോൾ പാട്ട്, കേരളത്തിന്റെ പാട്ട്. എടാ, ഇന്ത്യൻ സംഗീതത്തിന്, എന്തിന്, ലോക സംഗീതത്തിൽ തന്നെ തന്റേതായി ഇടം പിടിച്ച അല്ലെ നമ്മുടെ സ്വന്തം പ്രിയ സംഗീതജ്ഞനല്ലേ AR റഹ്മാൻ. AR റഹ്മാൻ, AR റഹ്മാൻ. നമ്മൾ എങ്ങനെ വിളിക്കുക? AR റഹ്മാൻ അല്ലെ? AR രാജരാജവർമ്മ. നോക്കൂ, AR രാജ, AR രാജരാജവർമ്മ. ഇവിടെ നോക്കൂ, അതുമായി കണക്ട് ചെയ്തുകൊണ്ട് കൂട്ടുകാരെ കൃത്യമായിട്ട് ചില ട്രിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നമ്മുടെ കൂട്ടുകാർക്ക് മാറിപ്പോകുന്നതാണ്. കേരള ടാഗോർ എന്ന് വിളിക്കുന്നത് വള്ളത്തോളിനെയാണ്. കേരളത്തിന്റെ വാൽമീകി എന്ന് വിളിക്കുന്നത് വള്ളത്തോളിനെയാണ്. അതെല്ലാവർക്കും അറിയാം. കേരള ടാഗോർ, കേരള വാൽമീകി, വള്ളത്തോൾ നാരായണ മേനോൻ. എന്നാൽ കേരള വ്യാസൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിക്കാറുണ്ട്. വാൽമീകിയാണോ വ്യാസനാണോ എന്നുള്ള ഡൗട്ട് ഇനി നിങ്ങൾക്ക് ഉണ്ടാവരുത്. അപ്പൊ എന്റെ സുഹൃത്തുക്കൾ ഇതാ ഒരു ട്രിക്ക് ആലോചിച്ച് വെക്കുക. ഞാനിങ്ങനെ ആലോചിച്ച് വെച്ച ട്രിക്കാണേ. അപ്പോ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ചുറ്റുപാടൊക്കെ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവും. എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അങ്ങനെയാണ് ഞാനിത് ഇത്രയും വർഷം മുമ്പ് പഠിച്ചു വെച്ചത്. അപ്പൊ കുഞ്ഞു മക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവരെ ഇങ്ങനെ നല്ല മണത്ത് നോക്കാറുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട്. അപ്പൊ നല്ല വാസനയായിരിക്കും, നല്ല ബേബി സോപ്പിന്റെ ഒക്കെ. അപ്പൊ കുഞ്ഞു മക്കൾക്ക് നല്ല വാസനയാണോ ആലോചിച്ചേ? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കുഞ്ഞുമക്കൾക്ക് നല്ല വാസനയാണ് എന്ന് ഞാൻ ആലോചിച്ച് വെച്ചുകൊണ്ട് എന്നോട് മറന്നുപോല. ഇനി നിങ്ങൾക്ക് കിട്ടുമില്ലെന്ന് എനിക്ക് അറിയത്തില്ല, വേണമെങ്കിൽ പഠിക്കാം. മഹാഭാരത കാവ്യം ഭാഷാഭാരതം എന്ന പേരിൽ പച്ച മലയാളത്തിൽ പദ്യവൽക്കരിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. മഹാഭാരത കാവ്യം ഭാഷാഭാരതം എന്ന പേരില് പച്ച മലയാളത്തിൽ പദ്യവൽക്കരിച്ചു. അതുകൊണ്ട് കേരള വ്യാസൻ മറന്നുകൊണ്ട കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. നോക്കൂ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള PSക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം, റിപ്പീറ്റ് ചെയ്ത് PYQ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അല്ലെ? കേരള തുളസീദാസൻ. നമ്മള് വീടിനെ മുറ്റത്തൊക്കെ തുളസി അല്ലെ, തറയുണ്ടാവും, തുളസി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക? അടുക്കളയിൽ പോയിട്ട് കുറച്ച് വെണ്ണീരൊക്കെ എടുത്തിട്ട് തുളസിക്കിടുക. വെണ്ണീര് തുളസിക്കിടുന്നു. വെണ്ണിക്കുളം, വെണ്ണീരിട്ട് കഴിഞ്ഞാൽ തുളസി നന്നായിട്ട് വളരും. തുളസി വാടിപ്പോകും നോക്കണേ. അപ്പൊ വെണ്ണിക്കുളം, വെണ്ണിക്കുളം, തുളസി, തുളസി, വെണ്ണീര്, തുളസി. ഓക്കെ, കുഞ്ഞി മക്കൾക്ക് വാസന. അങ്ങനെയാണെങ്കിൽ കാളിദാസനോ? കാളിയുടെ അമ്പലത്തിലൊക്കെ നമ്മൾ പോകാറില്ലേ? അവിടെ വലിയ കോഴികളെ നമ്മൾ എന്താക്കാറുണ്ട്? നേർച്ച കൊടുക്കാറില്ലേ കാളിക്ക്? ആലോചിച്ച് വെച്ചേ. ചെറിയ കോഴികളെയൊന്നും നമ്മൾ എടുത്തിട്ട് നേർച്ച കൊടുക്കാറില്ല. പൂവൻ കോഴിയൊക്കെ നേർച്ച കൊടുക്കുന്നുണ്ട്. ആലോചിക്കുക, കാളിയുടെ അമ്പലത്തിൽ പോയിട്ട് വലിയ കോഴിയാണ് നേർച്ച കൊടുക്കുന്നത്. അപ്പൊ കേരള വർമ്മ വലിയ കോഴി തമ്പുരാൻ, കേരള കാളിദാസൻ. കേരള വ്യാസൻ പഠിച്ചു, കേരള തുളസീദാസൻ പഠിച്ചു, കേരള കാളിദാസൻ പഠിച്ചു. മാറരുത്, ഇത് മൂന്നും മാറുന്നതാണ്. ഇനി എന്റെ പിള്ളേർക്ക് മാറില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തുളസി വെണ്ണീര്, കാളിദാസൻ വലിയ കോയി, വ്യാസൻ കുഞ്ഞിക്കുട്ടൻ. നോക്കൂ, ഈ കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ ചില കൃതികളുണ്ട്. അക്ബർ എന്നൊരു നോവൽ ഉണ്ട്, ഒരു വെറൈറ്റി അല്ലേ? അക്ബർ എന്ന നോവൽ ആരുടെ എന്ന് ചോദിച്ചാൽ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. മയൂര സന്ദേശം, കേരള കാളിദാസ് എന്നുള്ള പേര് വരാൻ കാരണം മയൂര സന്ദേശം, ശാകുന്തളം, ഓക്കെ, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. അപ്പൊ അക്ബർ എന്ന ഒരു നോവൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നേവൽ എന്നാണ് നോവൽ ആട്ടാ. കേരള പാണി നമ്മൾ പറഞ്ഞു AR രാജരാജവർമ്മ. അദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കാൻ കാരണം എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലെ? കേരള പാണിനീയം എന്ന് പറയുന്ന ഗ്രന്ഥം ആരുടേതാണ്? AR രാജരാജവർമ്മയുടേതാണ്. ആംഗല സാമ്രാജ്യം, ഇദ്ദേഹത്തിന് ഓമന പേരുണ്ട്, കൊച്ചപ്പൻ എന്നൊരു ഓമന പേരുണ്ട്, കൊച്ചപ്പൻ. അപ്പൊ ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന കൃതി, കേരള പാണിനീയം എന്ന് പറയുന്ന കൃതിയൊക്കെ AR രാജരാജവർമ്മയുടേതാണ്. കൂട്ടുകാരെ, ഇനി നമുക്ക് നോക്കേണ്ടത്
നമ്മളിപ്പോ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ നോക്കിയതാണ്. അദ്ദേഹം ജനിച്ചത് 1885 മെയ് മാസം 24-ാം തീയതി ചേരാനെല്ലൂരാണെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഗുരുക്കന്മാരെ, അതിനുശേഷം കൊടുങ്ങല്ലൂർ കോവിലത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അദ്ദേഹം നമ്മുടെ കേരളത്തിൽ നൽകിയ സംഭാവനകൾ, അദ്ദേഹത്തിന്റെ പൊതുമണ്ഡലത്തിൽ അദ്ദേഹം എന്തെല്ലാം ചെയ്തു, അതാണ് നമുക്ക് നോക്കേണ്ടത്. 1907 വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. 1907 അരയ സമാജം സ്ഥാപിച്ചു. പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് അരയ സമാജം. 1907 ഈ വർഷം പഠിക്കുമ്പോൾ ചില ട്രിക്ക് ഞാൻ പറഞ്ഞു തരണോ നിങ്ങൾക്ക്? നോക്കൂ, സൂററ്റില് നിങ്ങൾക്ക് അറിയാലോ, ആ സൂററ്റില് നമ്മുടെ ഭഗത് സിംഗ് ഒരു ഡിസ്കോ ഡാൻസ് കളിക്കുകയാണ്. ഒരു ഗംഭീര ഡിസ്കോ ഡാൻസ്. ആ ഡിസ്കോ ആരാ കളിക്കുന്ന? ഭഗത് സിംഗ്, സൂററ്റിൽ കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മേഡം ബിക്കാച്ചി കാമ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ആ മേഡം ഈ ഡിസ്കോ ഡാൻസ് കളിച്ച ഭഗത് സിംഗിന് ഒരു സമ്മാനമായിട്ട് ഒരു സാധുവായിട്ടുള്ള അരയന്നത്തെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. നോക്കൂ കൂട്ടുകാരെ, എന്താണ് പറഞ്ഞത്? സൂററ്റിൽ വെച്ചിട്ട് ഭഗത് സിംഗ് ഡിസ്കോ എന്ന് പറഞ്ഞ ഡാൻസ് കളിക്കുന്നു. അപ്പൊ അതിന് സമ്മാനമായിട്ട് സാധുവായ അരയന്നത്തെ മേഡം കൊണ്ടുപോയി കൊടുക്കുകയാണ്. മേഡം ബിക്കാച്ചി ഗാമ. കേരള PSC എത്ര തവണയാണെന്നറിയില്ല ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യൻ ദേശീയ പതാകലെ 1907 ആദ്യമായി ഒരു വിദേശത്ത് വെച്ച് ദേശീയ പതാക ഉയർത്തുന്നത് മേഡം ബിക്കാച്ചി ഗാമയാണ്. എവിടെയാണ് അവർ ആ പതാക ഉയർത്തിയത്? കൂട്ടുകാരെന്ന് കമന്റ് ചെയ്തേ, എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ്. ഇപ്പൊ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ വെച്ചിട്ട് മേഡം ബിക്കാച്ചി ഗാമ പതാക ഉയർത്തുകയാണ് 1907. ഭഗത് സിംഗ് ജനിച്ച വർഷമാണ് 1907. സൂററ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സൂററ്റ് സ്പ്ലിറ്റ്. റാഷ് ബിഹാരി ഘോഷ് ആഘോഷമായിട്ട് കോൺഗ്രസില് മിതവാദികളും തീവ്രവാദികളും അടിച്ചു പിരിയുകയാണ്. റാഷ് ബിഹാരി ഘോഷ് അധ്യക്ഷനായ സമ്മേളനം 1907 സൂററ്റ്. അപ്പൊ ഭഗത് സിംഗ് ജനിച്ചു, മേഡം ബിക്കാച്ചി ഗാമ പതാക ഉയർത്തി. INCയുടെ സൂററ്റ് പിളർപ്പ്, അവിടെ ഡിസ്കോ എന്ന് വെച്ചാൽ ടിസ്കോ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ സ്ഥാപിതമായത് 1907 സാധുവായിട്ടുള്ള അരയന്നത്തെയാണ്. കേരള നവോത്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് സാധുജന പരിപാലന സംഘം. നോക്കൂ, സാധുജന വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധുജന പരിപാലന സംഘം അല്ലെ, സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിക്കുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? എല്ലാ കൂട്ടുകാർക്കും അറിയാലോ. അറിയാത്തവരൊന്ന് കമന്റ് നോക്കിക്കേ, നിങ്ങളൊന്ന് കമന്റ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? 1907 അരയ സമാജം സ്ഥാപിച്ച് പണ്ഡിറ്റ് കറുപ്പനാണെങ്കിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണെന്ന് കമന്റ് ചെയ്യണം. നോക്കൂ കൂട്ടുകാരെ, അവിടെയാണ് അരയ വംശ പരിപാലന യോഗം. തെറ്റാൻ സാധ്യതയുണ്ട്. അരയ സമാജമാണ് പണ്ഡിറ്റ് കറുപ്പൻ. എന്നാൽ അരയ വംശത്തെ പരിപാലിക്കുന്ന ഒരു യോഗം സ്ഥാപിച്ചത് അത് വേലുക്കുട്ടി അരയനാണ്. 1916 കൃത്യമായിട്ട് പഠിക്കുക. ഇതാണ് അദ്ദേഹം. ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം. അതുകൊണ്ട് ഞാൻ വസ്തുതകളിലേക്ക് പോകുന്നില്ല. അരയ സമാജം 1907, പണ്ഡിറ്റ് കറുപ്പൻ. എന്നാൽ അരയ വംശ പരിപാലനം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചങ്ങോട്ട് അല്ലെ, പരിപാലനം എന്നൊക്കെ പറയുമ്പോൾ അത് 1916 എത്തുന്നു. വേലുക്കുട്ടി അരയൻ. നോക്കൂ, നമുക്ക് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പനിലേക്ക് വരാം അല്ലെ. പണ്ഡിറ്റ് കറുപ്പൻ 1912 എത്തിയ സമയത്ത് കല്യാണദായിനി സഭ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നു കൊടുങ്ങല്ലൂരിൽ. എവിടെയാണ്? കൊടുങ്ങല്ലൂരിലാണ്. ആനാമ്പുഴയിൽ, കൊടുങ്ങല്ലൂരിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആനാമ്പുഴയിൽ ആദ്യത്തെ ഇദ്ദേഹത്തിന്റെ സഭ കല്യാണദായിനി സഭ. ഇദ്ദേഹം ആദ്യമായി സ്ഥാപിച്ച സഭയാണ്. അപ്പൊ എന്റെ മക്കള് പഠിച്ചേ, ഇതിനി അങ്ങോട്ട് കോഡാക്കി വെച്ച് പഠിച്ചില്ലെങ്കിൽ ഈ സംഗതി മൊത്തം കുളമായി പോകും. ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാത്ത വിധത്തിൽ കോഡ് പറഞ്ഞുതരാം. നിങ്ങൾ പഠിച്ചേ, കല്യാണം കഴിച്ച് കൊടുക്കുക. അപ്പൊ കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കുക, കല്യാണം ദാനം ചെയ്യുക, കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ. അല്ലെങ്കിൽ ആനാമ്പുഴ അല്ലെ, ആനാമ്പുഴ അവിടെ കിട്ടും. നോക്കൂ, രസകരമായ മറ്റു ചില സഭകൾ പഠിക്കാനുണ്ട്. PSC പരീക്ഷകൾ ഇടയ്ക്ക് ചോദിക്കുന്നതാണ്. ജ്ഞാനോദയ സഭ. ജ്ഞാനം ഉദിക്കാറ് ഇടക്കാണ് അല്ലെ, അല്ലെങ്കിൽ ഇടക്ക് നമുക്ക് ജ്ഞാനം ഉദിക്കുന്ന ആലോചിക്കാം. കൊച്ചുങ്ങൾക്ക് ജ്ഞാനം ഉദിക്കാറുണ്ട്, അല്ലെങ്കിൽ ജ്ഞാനം പെട്ടെന്ന് ഉദിക്കാറില്ല എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ എന്താ ആലോചിക്കുക? ജ്ഞാനം ഉദിക്കുന്നത് ഇടക്കാണ് നമുക്ക് അല്ലെ, ഇടക്കാണ്. ഇടക്കിടക്ക് നമുക്ക് ജ്ഞാനം ഉദിക്കും. അപ്പൊ ജ്ഞാനോദയ സഭ ഇടക്കൊച്ചി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡാക്കി വെക്കാം. അരയ വംശോധാരിണി സഭ എങ്ങണ്ടിയൂരാണ്, അല്ലെങ്കിൽ ഏങ്ങണ്ടിയൂർ എന്നൊക്കെ പഠിക്കാം കേട്ടോ. ഏങ്ങുക എന്ന് പഠിക്കാം. കാരണം അരയന്നങ്ങൾ ഇങ്ങനെ ഏങ്ങാറുണ്ട്. എങ്ങണ്ടിയൂർ ഏങ്ങുക എന്ന് പഠിക്കുക. അരയന്നങ്ങൾ ഏങ്ങാറുണ്ട്. നോക്കൂ, അടുത്തൊരു 3 ഞാൻ ഒരു കോഡ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ 3 മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ മാറുന്നതിനാണ് ഞാൻ ഇങ്ങനെ ട്രിക്ക് ആക്കി വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. നോക്കൂ, സുധർമ്മ സൂര്യോദയ സഭയാണ്.
നമ്മളിങ്ങനെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഒരു രംഗം ആലോചിക്കുക. പണ്ഡിറ്റ് കറുപ്പിന്റെ സഭകളെ കുറിച്ച് പറയുമ്പോൾ ഈ ക്ലാസ് ഓർമ്മ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവും. ഒരു രംഗം ആലോചിക്കുക. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഈ പറയുന്ന രൂപത്തിൽ ഒരു ഭിക്ഷക്കാരൻ വരികയാണ്, അല്ലെങ്കിൽ ഒരു യാചകൻ വരികയാണെന്ന് വിളിക്കുക. അപ്പൊ സൂര്യൻ ഉദിച്ചു വരുമ്പം ഒരു യാചകൻ വരുന്നു. സൂര്യൻ ഉദിച്ചു വരുമ്പം അപ്പൊ നമ്മൾ വീട്ടിന് മുമ്പത്ത് ഇരിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പൈസ നാട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ നമ്മൾ പറയും ദേ വര എന്ന് പറഞ്ഞ് നമ്മൾ അവിടുന്ന് പോകും. എന്താ പറയാ? ദേ വര. അപ്പൊ സുധർമ്മ സൂര്യോദയ സഭ. അപ്പൊ ധർമ്മത്തിന് വേണ്ടിയിട്ട് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഒരാൾ വരുന്നു. ധർമ്മത്തിന് വേണ്ടിയിട്ട് സൂര്യൻ ഉദിക്കുമ്പോൾ ഒരാൾ വരുന്നു. സുധർമ്മ സൂര്യൻ ഉദിക്കുമ്പോൾ ആൾ വരും. അപ്പൊ നമ്മൾ എന്ത് പറയും? ദേ വര എന്ന് പറയും. അപ്പൊ നമ്മൾ അകത്ത് പോയിട്ട് നമ്മൾ വാലറ്റ് എടുക്കും. നമ്മൾ എന്തെടുക്കും? വാലറ്റ് എടുക്കും. എന്നിട്ട് നമ്മള് ഒരു പക്ഷേ വീട്ടിന് ഉമ്മറത്ത് രാവിലെ തന്നെ ഇരിക്കല്ലേ, ഷർട്ട് ഇടാതെ അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊന്നും ധരിക്കാതെ ഇരിക്കുക. അപ്പൊ നമ്മൾ വാലറ്റ് ഒക്കെ എടുത്ത് പൈസ കൊടുക്കാൻ വരികയാണല്ലോ. അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണോ നിങ്ങൾ? എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നാൽ കൊടുക്കണം അല്ലെ? അപ്പൊ നോക്കൂ, അങ്ങനെ വാലറ്റ് നമ്മൾ അത്യാവശ്യം പരിഷ്കാരിയൊക്കെ ആയിട്ട് നല്ല പരിഷ്കാരിയായിട്ട് ഇങ്ങനെ ഉമ്മറത്തേക്ക് വരികയാണ്. അങ്ങനെ ദേ വരാന്ന് പറഞ്ഞുപോയാൽ നമ്മൾ ഉമ്മറത്തേക്ക് പരിഷ്കാരിയായിട്ട് വരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ആ പൈസ കൊടുക്കുന്നു അല്ലേ? അപ്പൊ അദ്ദേഹം തേവര് കാത്തോളും എന്നൊക്കെ പറയല്ലേ? അല്ലെങ്കിൽ പറയാണ് ഇങ്ങനെ പരിഷ്കാരിയായിട്ട് വാലറ്റ് എടുത്ത് വന്നുകൊണ്ട് തേവരുണ്ടാവും എന്ന് പറയാണ്. അപ്പൊ ദേവര തേവര് എന്നൊക്കെ പറഞ്ഞാൽ സുധർമ്മത്തിൽ ധർമ്മം കൊടുക്കാൻ സൂര്യൻ ഉദിക്കുമ്പോൾ വന്നു. വാലറ്റ് എടുത്ത് പരിഷ്കാരിയായി കൊടുത്തു. അപ്പൊ ധർമ്മം കൊടുക്കാൻ സൂര്യൻ ഉദിക്കുമ്പോൾ വാലറ്റ് എടുത്ത് പരിഷ്കാരിയായി, രണ്ടും തേവര. ദേവർക്ക് നന്ദി പറയുന്നു, അല്ലെങ്കിൽ തേവര എന്ന് പറഞ്ഞു പോകുന്നു. അപ്പൊ തേവര ഈ രണ്ട് കാര്യം കിട്ടണം. സുധർമ്മ സൂര്യോദയ സഭ, വാല സമുദായ പരിഷ്കരണി സഭ. സെറ്റാണോ പറഞ്ഞത്? അങ്ങനെ നിങ്ങൾ ആലോചിച്ച് വെക്കുമ്പോൾ ഒരു പൊടിക്കൈ കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അകത്തേക്ക് പോയി, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എനിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് ഒരുപക്ഷെ വീട്ടിലാരെങ്കിലും വരുമ്പോൾ ഇപ്പൊ ഗൂഗിൾ പേ ഒന്നും ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ വീട്ടിൽ നോക്കുമ്പോൾ ചില സമയത്ത് ചെറിയ ചെറിയ പൈസകളൊന്നും കാണില്ല. വലിയ പൈസ ഉണ്ടല്ല, ചെറിയ പൈസ ഉണ്ടല്ല. അപ്പൊ നമ്മൾ വാലറ്റ് എടുക്കാൻ അകത്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളെ സേവിങ്സ് ഒന്നും അവിടെ ഉണ്ടാവില്ല. വാലറ്റിൽ എന്തുണ്ടാവില്ല? സേവിങ്സ് ഒന്നുമില്ല. കാലി കണ്ടോ? പൈസ ഒന്നുമില്ല വാലറ്റിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മള് സാധാരണഗതിയിൽ വൈകി കളിക്കും. നമ്മളിങ്ങനെ കുറച്ച് തിരിഞ്ഞും പറഞ്ഞ് അകത്തൊക്കെ കളിക്കുമ്പോൾ മുറ്റത്ത് വന്നു നിന്ന ആള് സാർ എന്നൊക്കെ വിളിച്ച അവസാനം പുള്ളിക്കാരൻ അങ്ങ് പോകും. അപ്പൊ വാലറ്റിൽ സേവിങ്സ് കുറവാണെങ്കിൽ നമ്മൾ വൈകും ആലോചിക്കാം. ഇത് എനിക്ക് ആലോചിച്ചപ്പം കിട്ടുന്നതാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് ആലോചിച്ചാൽ കിട്ടിക്കോളുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇങ്ങനെ കോഡുകളാക്കി കണക്ട് ചെയ്യുക. നല്ല വേറെ കോഡുകളുടെ അത് കമന്റ് ചെയ്യട്ടോ. നിങ്ങളിപ്പം വേറെ അധ്യാപകർക്ക് പഠിച്ച കോഡുകൾക്കാണ് നല്ല കോഡുകൾ, അത് കമന്റ് ചെയ്യട്ടോ. നോക്കൂ, സന്മാർഗ പ്രദീപ സഭ. സന്മാർഗം പ്രദീപ സഭ. നമ്മളൊരു നല്ല മാർഗത്തിലേക്ക് പോകുന്ന സമയത്ത് ഉത്തരേന്ത്യയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനത്തെ കുമ്പളം പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? അതിനകത്ത് ഇങ്ങനെ ചന്ദനം, മഞ്ഞൾ ഇതൊക്കെ തേച്ചിട്ടില്ലേ, ഒരു ഐശ്വര്യം പോലെ നമ്മളൊരു വൈക്ക് പോകുമ്പോൾ അത് പൊട്ടിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ കുമ്പളം സന്മാർഗത്തിന് പോകുന്ന സമയത്ത് ഒരു പ്രതീകമായിട്ട് വെക്കാറുണ്ടെന്ന് ആലോചിക്കുക. സന്മാർഗ പ്രദീപം കുമ്പളം. ഇനി അതൊന്നുമില്ലെങ്കിൽ, ഇത് മുമ്പ് ഈ പറഞ്ഞ പോലെ എന്റെ വൈഫ് എനിക്ക് പറഞ്ഞൊരു കോഡാണ്. ഒരു മാർഗവും ഇല്ലാത്തപ്പം നിങ്ങൾ വിളിക്കും, ഭക്ഷണം വേണം, ചോറ് വേണം എന്ന് പറയുമ്പോൾ കറി വെക്കാൻ മീനില്ല, ചിക്കൻ ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഒരു മാർഗവും ഇല്ലാത്തപ്പോൾ വെക്കുന്നത് കുമ്പളമാണെന്ന് പുള്ളിക്കാരത്തി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ ആലോചിച്ച് നോക്കൂ, സന്മാർഗ പ്രദീപം കുമ്പളം. എന്താണ്? സന്മാർഗ പ്രദീപം കുമ്പളം. ഒരു മാർഗവും ഇല്ലെങ്കിൽ നിങ്ങൾ കുമ്പളം കറി വെച്ചോ. അപ്പൊ ഏത് കോഡ് പഠിച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടണം. പ്രബോധ ചന്ദ്രോദയ സഭ, ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ട്രിക്കായിരിക്കും അല്ലെ? പറവൂര്, വടക്കൻ പറവൂര്. അപ്പൊ വടക്കോട്ട് നോക്കി പാറാവുകാരിങ്ങനെ നിൽക്കുക. വടക്കോട്ട് നോക്കിയിട്ട് പാറാവുകാരൻ നിൽക്കുക എപ്പോഴാണ് അറിയോ? ഈ ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയം എന്ന് വെച്ചാൽ രാത്രി. പ്രബോധ ചന്ദ്രോദയ സഭ. ഇപ്പൊ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്നൊക്കെ പറയാം. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ വടക്കോട്ട് നോക്കി പാറാവുകാരൻ നിൽക്കുകയാണ്. കാരണം നിങ്ങൾ ഇതൊക്കെ ഞാൻ എവിടുന്ന് തപ്പിപ്പിടിച്ച ഫോട്ടോ എനിക്ക് പോലും ഓർമ്മയില്ല. പാറാവുകാരൻ ചന്ദ്രൻ നോക്കി നിൽക്കുകയാണ്, വടക്കോട്ട് നോക്കി നിൽക്കുകയാണ്. വടക്കൻ പറവൂർ ചന്ദ്രോദയ സഭ. സെറ്റാണോ? 1907 അരയ സമാജം രൂപീകരിച്ചോടുകൂടി നോക്കൂ, 1912 സഭകൾ ആരംഭിച്ചതോടുകൂടി അദ്ദേഹം വലിയ രൂപത്തിൽ ഇടപെടൽ നടത്തുകയാണ്. നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ. മനസ്സിൽ കഥ ഉണ്ടാവണേ. 1913 എത്തിയ സമയത്ത് നോക്കൂ, അദ്ദേഹം കായൽ സമ്മേളനം നടത്തുകയാണ്. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് കായൽ സമ്മേളനം. 1913 ഫെബ്രുവരി മാസം 14 തീയതി ഈ സമ്മേളനത്തെ വള്ളം കെട്ടിയ സമ്മേളനം എന്ന് വിളിക്കും. അന്നത്തെ കാലത്ത് ഇദ്ദേഹത്തിന്റെ നാട്ടിലുള്ള താഴ്ന്ന സമുദായത്തിൽപ്പെട്ട, അരയ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കൊന്നും ഒരു സമ്മേളനം നടത്താനുള്ള പെർമിഷൻ പോലും രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ നൽകിയിരുന്നില്ല.
അപ്പൊ ഒരു ഭൂമിയിൽ ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ അവകാശമില്ലാതിരുന്ന ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അതിനുള്ള ഒരു ഓപ്ഷനായിട്ട് ഇവരെന്ത് ചെയ്തു? തങ്ങളുടെ വള്ളങ്ങൾ ഒരു കായലിൽ കൂട്ടിയിട്ടിട്ട് അതൊരു പ്ലാറ്റ്ഫോം പോലെ സെറ്റ് ചെയ്ത് ഒരു സ്റ്റേജ് പോലെ ആക്കി അവിടെ ഒരു സമ്മേളനം നടത്തുകയാണ്. അതാണ് വള്ളം കിട്ടിയ സമ്മേളനം അഥവാ കായൽ സമ്മേളനം. കെ പി കറുപ്പൻ, കെ പി വള്ളൂൺ, കൃഷ്ണാദി ആശാൻ, പി സി ചാഞ്ചൻ, ടി കെ കൃഷ്ണമേനോൻ തുടങ്ങിയ ആളുകളൊക്കെയായിരുന്നു നേതാക്കന്മാർ. നമുക്കത് വിശദമായിട്ട് നോക്കാം. 1913 ഇങ്ങനെ ഒരു സമ്മേളനം, കായൽ സമ്മേളനം നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടൊരു സംഘടന ഉണ്ടാക്കിയാണ്. അതാണ് കൊച്ചിൻ പുലയ മഹാസഭ. ഇഷ്ടപ്പെട്ട് പഠിക്കണേ. കൊച്ചിൻ പുലയ മഹാസഭ എന്ന് പറയുമ്പോൾ ചില കൂട്ടുകാർ തെറ്റിച്ച് പഠിക്കാറുണ്ട്. കെ എന്ന് പറയും, കൊച്ചിൻ ആയതുകൊണ്ട്. കൊച്ചിൻ എന്ന് പറയുമ്പോൾ സി എന്ന് പറയണം. CPMS ആണ്. CPM അല്ല, CPMS. കെ എന്ന് പറയുമ്പോൾ കേരള ആയി പോകും, അത് വേറെ സംഘടനയാണ്, KPMS. അപ്പൊ മാറണ്ട, ഇത് CPMS ആണ്. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ്. പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, അദ്ദേഹം അരയ സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പുലയ സമുദായത്തിലേക്ക് ഇദ്ദേഹം വരുന്നത്? അന്നത്തെ കാലത്ത് ഇദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സ്, അല്ലെങ്കിൽ നമ്മൾ എബ്രഹാം ലിങ്കണോടൊക്കെ ഇദ്ദേഹത്തെ ഉപമിക്കാൻ തന്നെ കാരണം അതാണ്. നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് പലരിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലാഞ്ഞിട്ട് കൂടിയും ഇവരോട് വലിയ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ മാഷ്. നോക്കൂ, എറണാകുളം സെന്റ് ആൽബർട്ട് ഹൈസ്കൂളിൽ വെച്ചിട്ട് 1913 കൊച്ചിൻ പുലയ മഹാസഭയുടെ ആദ്യത്തെ സമ്മേളനം അല്ലെങ്കിൽ കമ്മിറ്റി കൂടുകയാണ്. അവിടെ വെച്ചിട്ട് പ്രസിഡന്റ് ആയിട്ട് കൃഷ്ണാദി ആശാനെ തെരഞ്ഞെടുക്കുകയാണ്. കൃഷ്ണാദി ആശാൻ പഠിച്ചു വെക്കണം. കൊച്ചിൻ പുലയ മഹാസഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് കൃഷ്ണാദി ആശാനാണ്. ഇദ്ദേഹം പിന്നീട് ക്രിസ്തു മതത്തിൽ ചേർന്നിട്ട് CK ജോൺ എന്നൊക്കെ പേര് മാറുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് അല്ല, ജസ്റ്റ് ഓർത്ത് വെക്കുക. ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവർ. കൊച്ചിൻ പുലയ മഹാസഭയുടെ ആദ്യത്തെ സെക്രട്ടറി PC ചാഞ്ചൻ ആയിരുന്നു എന്ന് പഠിച്ചു വെക്കുക. PC ചാഞ്ചൻ. അപ്പൊ PC ചാഞ്ചനും കൃഷ്ണാദി ആശാനും കൊച്ചിൻ പുലയ മഹാസഭ. 1926 ആദ്യ പുലയ പ്രതിനിധിയായിട്ട് കൊച്ചി നിയമസഭയിൽ ഈ ചാഞ്ചൻ വരുന്നുണ്ട്. അപ്പൊ കൊച്ചിയില് പുലയ പ്രതിനിധിയായിട്ട് കൊച്ചിൻ നിയമസഭയ്ക്കകത്തേക്ക് വരുന്നത് ആദ്യമായിട്ട് PC ചാഞ്ചൻ ആണെന്നുള്ള നല്ലൊരു ചോദ്യം പഠിച്ചു വെക്കുക. PC ചാഞ്ചൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലില് ആദ്യ പുലയ പ്രതിനിധിയായിട്ട് വരുന്നു. നോക്കൂ, നമ്മളിപ്പോ CPMSനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിന്റെ വർഷം 1913 പഠിച്ചു. അവിടെ നിങ്ങൾക്ക് തെറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് ആരും ചോദിക്കും. ഹിന്ദു എന്ന് കേൾക്കുമ്പം ദൈവത്തെ ആലോചിക്കുക. ഹിന്ദു ദൈവം കുറുമ്പൻ ദൈവത്താൻ. 1917 വർഷം കൃത്യമായിട്ട് പഠിക്കുക. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് സമാജമാണ്. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താൻ. പുലയ മഹാസഭ സ്ഥാപിച്ചതോ? പുലയ മഹാസഭ അയ്യങ്കാളിയാണ്. 1938 പുലയ മഹാസഭ അയ്യങ്കാളി. ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താൻ 1917. തെറ്റാതെ പഠിക്കണേ. എന്നാൽ കേരള പുലയ മഹാസഭ KPMS, നേരത്തെ പറഞ്ഞു കൊച്ചിൻ പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ, നേരത്തെ നമ്മൾ പഠിച്ചല്ലോ. എന്നാൽ കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് 1970. ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. PK ചാത്തൻ മാസ്റ്ററാണ്. EMSന്റെ ആദ്യത്തെ മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു PK ചാത്തൻ മാസ്റ്റർ. അപ്പൊ അദ്ദേഹമാണ് കേരള പുലയ മഹാസഭ 1970 സ്ഥാപിച്ചതെന്ന് കൂടി പഠിച്ചു വെക്കുക. അപ്പൊ പണ്ഡിറ്റ് കറുപ്പൻ, കുറുമ്പൻ ദൈവത്താൻ, അയ്യങ്കാളി, PK ചാത്തൻ മാസ്റ്റർ. നോക്കൂ, 1921 നിങ്ങൾക്കറിയാം കേരള ചരിത്രത്തിൽ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്ന വർഷമാണ്. 1922 കൂട്ടുകാരെ അഖില കേരള അരയ മഹാസഭ സ്ഥാപിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. ഇദ്ദേഹം കേരളം മൊത്തത്തിൽ എന്ന് വെച്ചാൽ 1907 ഉണ്ടാക്കിയ അരയ സമാജത്തെ 1922 ആകുമ്പോഴത്തേക്കും അഖില കേരള വലിയ രൂപത്തിലേക്കാക്കി മാറ്റുന്നു. 21 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം. അതുകൊണ്ടാണ് പിന്നീട് 22 അഖില കേരള അരയ സഭ ഉണ്ടാക്കിയത്. കൊച്ചിയിൽ നിന്നുള്ള ആദ്യത്തെ നവോത്ഥാന നായകൻ എന്ന വിളിപ്പേര് ആർക്കുണ്ട്? പണ്ഡിറ്റ് കറുപ്പനുണ്ട്. 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച ആ ഒരു വർഷം ഇദ്ദേഹം എന്ത് ചെയ്യാണ്? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമാവുകയാണ്. കൊച്ചി രാജ്യത്തെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന നല്ല കിടിലൻ ചോദ്യമാണ്, പഠിച്ചു വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ട് ആണ്. കൊച്ചി രാജ്യത്തെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. കറുപ്പന്റെ ശ്രമഫലമായി ഗവൺമെന്റ് അധസ്ഥിതരുടെ ക്ഷേമത്തിനായി പുതിയ വകുപ്പിന് രൂപം നൽകുന്നുണ്ട്. ഇദ്ദേഹം വലിയ രൂപത്തിൽ ഈ അസംബ്ലിയിൽ ഇടപെടുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു വിഭാഗ വകുപ്പിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അസിസ്റ്റന്റ് പ്രൊട്ടക്ടറായിട്ട് കറുപ്പൻ പ്രവർത്തിച്ചിരുന്നു. 1925 കുറിച്ച് പറഞ്ഞതുകൊണ്ട് 2-3 കാര്യം കൂടി നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ് കൂട്ടുകാരെ. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച ആ ഒരു വർഷം 1925 കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ആദ്യത്തെ വനിത ആരെന്ന് ചോദിക്കും.
ഇപ്പൊ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ആദ്യത്തെ നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. 1925 നമ്മൾ പഠിച്ചു. അതേ വർഷം തന്നെയാണ് അവിടെ ഒരു വനിത വരുന്നുണ്ട്. അവരുടെ പേരാണ് തോട്ടക്കാട് മാധവിയമ്മ. പഠിച്ചു വെക്കണം. ഈ കാണുന്ന പിക്ചറിൽ തോട്ടക്കാട് മാധവിയമ്മ നമ്മുടെ മന്നത്ത് പത്മനാഭന്റെ ഭാര്യയാണ് തോട്ടക്കാട് മാധവിയമ്മ. ഇവരുടെ കൃതികൾ ഇമ്പോർട്ടന്റ് ആണ്. ഹേമപഞ്ചരം, തത്വചിന്ത. ഈ രണ്ട് കൃതികൾ എല്ലാ കൂട്ടുകാരും പഠിച്ചേ. പണ്ഡിറ്റ് കറുപ്പന്റെ കാലഘട്ടത്തിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1925 അംഗമായ ആദ്യത്തെ വനിതയാണ് നമ്മുടെ തോട്ടക്കാട് മാധവിയമ്മ. ഇവരുടെ കൃതികൾ PSC പരീക്ഷയിൽ ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹേമപഞ്ചരവും തത്വചിന്തയും. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ആദ്യത്തെ ദളിത് വനിതയാണെന്ന് ചോദിച്ചാല് ഇവര് ദളിത് വനിതയല്ലാതെ നിങ്ങൾക്ക് അറിയാം. അത് നമ്മുടെ ദാക്ഷായണി വേലായുധനാണ്. ICAയിൽ അംഗമായ മലയാളികളുടെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ICAയിൽ അംഗമായ മലയാളികൾ 17 പേരാണെന്ന് കൂട്ടുകാർക്ക് അറിയാം. അതിനകത്ത് തന്നെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 വനിതകളുണ്ട്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ആ ദാക്ഷായണി വേലായുധൻ തന്നെയാണ് ഈ ദാക്ഷായണി. കണ്ടോ? ICAയിൽ അംഗമായ ഏക ദളിത് വനിതയായ ദാക്ഷായണി ഇന്ത്യയിൽ പ്രീ ഡിഗ്രി ബിരുദം അല്ലെങ്കിൽ അതിനുശേഷം ബിരുദം നേടിയ കെമിസ്ട്രിയിലായിട്ട് ഇവർക്ക് ബിരുദം നേടിയ കഥകളൊക്കെ ഉണ്ട്. ഒരുപാട് രസകരമായ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവര് പഠിക്കുന്ന കാലത്ത് ഇവർക്ക് നേരിടേണ്ടി വരുന്ന വലിയ അവഹേളനങ്ങളെ കുറിച്ചൊക്കെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഐതിഹാസികമായ സമരം അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് നയിച്ച് വലിയ പോരാട്ടങ്ങൾ നടത്തിയ വ്യക്തിത്വങ്ങളാണ് ഈ പറയുന്ന ദാക്ഷായണി വേലായുധനും കറുപ്പൻ മാഷൊക്കെ. അങ്ങനെ നോക്കൂ, ഇന്ത്യയിലെ പ്രീ ഡിഗ്രി ബിരുദം നേടിയ ആദ്യത്തെ ദളിത് വനിതയായ ദാക്ഷായണി വേലായുധനാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ആദ്യത്തെ ദളിത് വനിത. പഠിച്ചോളുക. ദാക്ഷായണിയെ കുറിച്ച് പറയുമ്പം അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് KP വള്ളോൻ. വള്ളോനെ മറന്നു പോകാൻ പാടില്ല. KP വള്ളോൻ. വള്ളം കെട്ടിയ സമ്മേളനം നമ്മൾ നേരത്തെ പറഞ്ഞു, കായൽ സമ്മേളനമാണെങ്കിൽ KP വള്ളോൻ. കൊച്ചിയിലെ സമരപ്രക്ഷോഭങ്ങളുടെ നേതാവ്. ഒരു നല്ല ചോദ്യം ചോദിക്കാം. കൊച്ചിയിലെ ആദ്യത്തെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത്, കൊച്ചിയിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തനം എന്നറിയപ്പെടുന്നത് കറുപ്പൻ മാഷാണെങ്കിൽ കൊച്ചിയിലെ സമരപ്രക്ഷോഭങ്ങളുടെ നേതാവ് എന്നുള്ള വിശേഷണമുള്ളത് KP വള്ളോനാണ്. 1930 ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഈ പറയുന്ന കൊച്ചി നിയമസഭ, അന്ന് ഈ MLA മാരല്ല, കൗൺസിലാണല്ലോ, അതുകൊണ്ട് MLC ആയിട്ട് അദ്ദേഹം വരുന്നുണ്ട്. ഇദ്ദേഹം എറണാകുളത്ത് ദളിത് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു ഹോസ്റ്റലൊക്കെ ആരംഭിക്കുന്നുണ്ട്. KP വള്ളോൻ. 1936 ശ്രദ്ധിച്ചു വെക്കണേ വർഷം. 1936 അധകൃതൻ, ഹരിജൻ എന്നീ മാസികകൾ ഇദ്ദേഹം ആരംഭിക്കുകയാണ്. അധകൃതൻ, ഹരിജൻ എന്നീ മാസികകൾ ആരാരംഭിക്കുന്നു? KP വള്ളോൻ ആരംഭിക്കുന്നു. കൃത്യമായിട്ടൊന്ന് പഠിച്ചേ കൂട്ടുകാരെ. ഇനി വളരെ പ്രധാനപ്പെട്ടതല്ലെങ്കിലും ചില ഫാക്ട് നമുക്ക് നോട്ട് ചെയ്യാം. 1931 കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി കറുപ്പൻ ലഭിക്കുകയാണ്. മഹാരാജാസ് കോളേജ് അധ്യാപകനായി ജോലി ചെയ്തു അദ്ദേഹം. ഈ കാലയളവിൽ അദ്ദേഹം അധ്യാപനത്തോടൊപ്പം ഫിഷറീസ് വകുപ്പിൽ ഉദ്യോഗം വഹിച്ചിരുന്നു. മദ്രാസ് സർവകലാശാലയുടെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ചെയർമാനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1938 മാർച്ച് 23 കറുപ്പൻ മാഷ് അന്തരിച്ചു. അദ്ദേഹം പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ചാണ് മരണപ്പെട്ടത്. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ച് മരണപ്പെട്ട നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് കറുപ്പൻ മാഷാണ്. അപ്പൊ 31 നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി കറുപ്പൻ ലഭിച്ചു. 38 അന്തരിച്ചു. അതുകൂടി പഠിച്ചു വെക്കുക. നമുക്കൊന്ന് റിവിഷൻ ചെയ്താലോ. 1985 കറുപ്പൻ മാഷ് ജനിക്കുന്നു. 907 അരയ സമാജം. 912 കല്യാണദായിനി സഭ എവിടെയായിരുന്നു? കൊടുങ്ങല്ലൂർ. 1913 എന്താണ്? കൃത്യമായിട്ട് പഠിക്കണം. കായൽ സമ്മേളനം. അടുത്തൊരു 1913 നോക്കൂ, നമ്മൾ പഠിച്ചില്ലേ? കൊച്ചിൻ പുലയ മഹാസഭ. 1922 നോക്കൂ, അഖില കേരള അരയ മഹാസഭ. അത് അരയ മഹാസഭയാണ്. 13 കൊച്ചിൻ പുലയ മഹാസഭയാണ്. രണ്ടും തെറ്റിക്കണ്ട കേട്ടോ. പുലയ സമുദായത്തിന് വേണ്ടി അദ്ദേഹം സംഘടന ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ 22 അഖില കേരള അരയ മഹാസഭ. 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അദ്ദേഹം വരികയാണ്. 1931 നാട്ടുഭാഷാ സൂപ്രണ്ട് നമ്മൾ പറഞ്ഞു. 1930 അദ്ദേഹം അന്തരിച്ചു. ഈ കാര്യങ്ങളാണ് നമ്മൾ രസകരമായിട്ട് ഓർത്തു വെച്ചത്. തീർന്നില്ല. PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതികളാണ്. ലങ്കാമർദ്ദനം എന്ന കൃതി വളരെ ഇമ്പോർട്ടന്റ് ആണ് കൂട്ടുകാരെ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം. കൃതികളെല്ലാം ഞാനൊരു കോഡാക്കി വെച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കാം. തൽക്കാലം നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യത്തെ കൃതി ലങ്കാമർദ്ദനം നാടകമാണ്. രചിച്ചിരിക്കുന്ന വൃത്തം ശാർദൂല വിക്രീഡിതമാണ്. കൃത്യമായിട്ട് ആ പേരൊക്കെ ശ്രദ്ധിച്ച് തന്നെ വായിക്കണേ. ഓക്കെ. സ്തോത്രമന്ദാരം അദ്ദേഹത്തിന്റെ ആദ്യ കവിതയാണ്. അപ്പൊ ലങ്കാമർദ്ദനം, കേരളത്തിന്റെ ലിങ്കൺ എന്നറിയപ്പെടുന്ന കറുപ്പൻ മാഷിന്റെ ആദ്യത്തെ നാടകം അല്ലെങ്കിൽ കൃതി ലങ്കാമർദ്ദനമാണ്.
ആദ്യത്തെ കവിത സ്തോത്രമന്താരമാണ്. സ്തോത്രം ആദ്യത്തെ കവിത. ചട്ടമ്പി സ്വാമി സമാധിയായപ്പോൾ അനുശോചിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ് സമാധി സപ്താഹം. പഠിച്ചു വെക്കണം. ഏറ്റവും 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 ഇമ്പോർട്ടന്റ്, ഞാൻ തുടക്കത്തിൽ കുറച്ച് വരികൾ ചൊല്ലിയില്ലേ, ജാതിക്കുമ്മിയാണ് അല്ലെ. അദ്ദേഹം കേരള ജനതയ്ക്ക് സമ്മാനിച്ച മഹത്തായ ഒരു സംഭാവന. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയായിരുന്നു. അവശ സമുദായ അംഗങ്ങളുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന കൃതിയാണ് ജാതിക്കുമ്മി. ഈ ചോദ്യങ്ങളൊക്കെ ഇനി പ്രതീക്ഷിക്കാം. അവശ സമുദായ അംഗങ്ങളുടെ മാഗ്ന കാട്ട, ജാതി വ്യവസ്ഥയ്ക്ക് തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതി. തിരുനാൾ കുമ്മി, ജാതിക്കുമ്മി, തിരുനാൾ കുമ്മി, തെറ്റിക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യമാണ്, ജ്ഞാനക്കുമ്മി ആരുടെ കൃതിയാണ്? ചോദ്യം, ജ്ഞാനക്കുമ്മി ആരുടെ കൃതിയാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്. ജാതിക്കുമ്മി ഉയർത്തിയ പ്രകമ്പനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമിയുടെ മനീഷ പഞ്ചകത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതിക്കുമ്മി. ഞാൻ ആ വരികൾ ഓർമ്മയില്ലേ? ശ്രീ ശങ്കരാചാര്യ അല്ലെ. അപ്പൊ അത് ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സന്ധി സംഭാഷണമാണ്. രസകരമായി കേരളത്തിലെ ജാതി വ്യവസ്ഥയെ വരച്ചു കാണിക്കുന്ന രൂപത്തിൽ അദ്ദേഹം നമുക്ക് സംഭാവനയായിട്ട് നൽകിയത് അല്ലെ. അതിലെ ചില വരികളാണ്: ഇക്കാണും ലോകങ്ങൾ ഈശ്വരന്റെ മക്കളാണെല്ലാം ഒരു ജാതി, നീക്കി നിറുത്താമോ സമസൃഷ്ടിയെ ദൈവം, നോക്കിയിരിപ്പില്ലേ യോഗ പെണ്ണെ, തീണ്ടൽ ധിക്കാരമല്ലയോ ജ്ഞാന പെണ്ണെ. സൗണ്ട് ഒക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആചാരഭൂഷണം അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കൃതിയാണ് ആചാരഭൂഷണം. അധസ്ഥിതർക്കിടയിലെ അന്ധവിശ്വാസം ദൂരീകരിക്കാനുള്ള കൃതിയാണ് മക്കളെ ആചാരഭൂഷണം. ആചാരഭൂഷണം. ബാലകലേശം ഇമ്പോർട്ടന്റ് ആണ്. 1919 കൊച്ചി രാജാവിന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് രചിച്ച കൃതിയാണ് ബാലകലേശം. ആചാരഭൂഷണം. ഇതെല്ലാം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന PYQ ആണ് കേട്ടോ. ഇതെല്ലാം. ഉദ്യാന വിരുന്ന് ഒരുപാട് തവണ ചോദിച്ചു. ഉദ്യാന വിരുന്ന്, അതിനൊരു കഥയും ചരിത്രമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസിന്റെ ലെങ്ത് കൂടുതലുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മദ്രാസ് ഗവർണറുടെ ബഹുമാനാർത്ഥം കൊച്ചി രാജാവ് സംഘടിപ്പിച്ച ഒരു ഉദ്യാനത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല. വല്ലാത്തൊരു ചെയ്ത്തായി പോയി രാജാവ് ചെയ്ത്. ഒരൊറ്റ ക്ഷണം, ആ ഒരൊറ്റ ക്ഷണം കൊണ്ട്, അല്ലെങ്കിൽ ആ ക്ഷണം ഇല്ലാത്തത് കൊണ്ട് അവഗണിച്ചതിനെ തുടർന്ന് അല്ലെ കേരളത്തിന് അല്ലെങ്കിൽ മലയാളിക്ക് നല്ലൊരു കൃതി കിട്ടിയെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉദ്യാന വിരുന്ന് ഓർത്തു വെക്കണം. ബാലോദ്യാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ ശ്രദ്ധിക്കൂ, ബാലോദ്യാനം എന്ന് പറയുമ്പോൾ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ ഇവിടെ സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാലോദ്യാനം, അതിലെ വരികളാണ് കേട്ടോ, പണ്ഡിറ്റ് കറുപ്പന്റെ വരികൾ. ഓടിവാ ഓടിവാ പൂനിലാവേ, ഓമന കുഞ്ഞിന്റെ മുന്നിൽ വാ നീ, പിഞ്ചുകൈ നീട്ടിക്കുതൂകത്തോടെ കൊഞ്ചി വിളിക്കുന്നു പൈതൽ നിന്നെ. ഇത് മനോഹരമായ വരികളല്ലേ. നിലാവിനോടെന്ന് പറഞ്ഞിട്ട് 4ാം ക്ലാസ്സിലെ മക്കൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ ഇതൊന്നും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. ഈ ക്ലാസ് കാണുന്ന ചിലരെങ്കിലും 4ാം ക്ലാസ്സിലെ മലയാളത്തിൽ കറുപ്പമാഷെ കുറിച്ച് പഠിക്കാനുണ്ട് കുഞ്ഞുങ്ങൾക്ക്. LP സ്കൂളെ 1885 ചേരാനല്ലൂർ ജനിച്ചു എന്നൊക്കെ 4ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ പാഠഭാഗം നിർത്തുക ഞാനിത്. ധ്രുവചരിതം ഞാൻ പറയാത്തൊരു കൃതിയാണ്. സൗദാമിനി PSC ചോദിക്കും. പഞ്ചവടി ചോദിച്ചു. ശാകുന്തളം ചോദിക്കും. ബാലകലേശം ചോദിച്ചിട്ടുണ്ട്. ഉദ്യാന വിരുന്ന് ഒരുപാട് തവണ ചോദിച്ചു. ഭൈമീ പരിണയം, ജാതിക്കുമ്മി, ഭാഷാ നാടകം തുടങ്ങിയ കൃതികളെല്ലാം ഉണ്ട്. 38 മരണപ്പെട്ടു. കണ്ടോ, ഇതെല്ലാം SCRT-യിലുണ്ട്. അപ്പൊ നമുക്ക് ഈ കൃതികള് പഠിക്കാൻ ഞാനൊരു പൊടിക്കൈ പറഞ്ഞുതരാം. കൃതികൾ പഠിക്കാൻ ഞാനൊരു ട്രിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ കൃതികള്: പഞ്ചവടി, പാവങ്ങളുടെ പാട്ട്, കൈരളി കൗതുകം, കാളിയ മർദ്ദനം, സൗദാമിനി, എഡ്വേർഡ് വിജയം, ഭാഷാ നാടകം, ഭൈമീ പരിണയം, അരയ പ്രശസ്തി, കാട്ടിലെ ചേട്ടൻ, ചിത്രലേഖ, ലളിതോപഹാരം, ഇങ്ങനെ തുടങ്ങിയുള്ള കൃതികൾ നിങ്ങൾക്ക് എന്താക്കാം? കൃതികൾ പഠിക്കാൻ വേണ്ടിയിട്ട് പഞ്ചവടിയിൽ പാവങ്ങളുടെ പാട്ടുപാടി, ഇത് ഓഫ്ലൈൻ സെന്ററിൽ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് യൂട്യൂബിലായതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇത് എഴുതിയതാണ്. ആവശ്യമുള്ളവരൊന്ന് പറഞ്ഞു നോക്കുക, എന്നിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ഇതിന്റെ PDF നോട്ട് എല്ലാം ടെലഗ്രാമിൽ കൊടുക്കും. പഞ്ചവടിയിൽ പാവങ്ങളുടെ പാട്ടുപാടി, നമ്മൾ എഞ്ചുവടിയിലൊക്കെ കളിക്കാറില്ലേ കുഞ്ഞുമക്കള്? ഇപ്പൊ പഞ്ചവടിയിൽ പാവങ്ങളുടെ പാട്ടുപാടിയിട്ട് കൈകൊണ്ട് കൗതുകത്തോടെ കളിച്ചും മർദ്ദിച്ചും കൊണ്ടിരുന്ന സൗദാമിനിയും എഡ്വേർഡും. ഓക്കെ, സൗദാമിനിയും എഡ്വേർഡും ഒരു ചേർച്ചക്കുറവുണ്ടോ? കുഴപ്പമില്ല, അവര് കളിക്കുക, ചെറിയ മക്കളാണ്. അപ്പൊ പഞ്ചവടിയിൽ പാവങ്ങളെ പാട്ടുപാടി കൈകൊണ്ട് കൗതുകത്തോടെ കളിച്ചും മർദ്ദിച്ചും കൊണ്ടിരുന്ന സൗദാമിനിയും എഡ്വേർഡും അവരുടേതായ ഭാഷയിൽ, ചെറിയ മക്കളും അവരുടെ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു നാടകം കളിച്ചു. ഇത് ഇഷ്ടപ്പെട്ട അരയ പ്രശസ്തയായ കാട്ടിലെ ചേട്ടൻ എന്ത് ചെയ്യാണ്? ഇവർക്കൊരു ചിത്രലേഖനം ചെയ്ത ഒരു ബുക്ക് ലളിതോപഹാരമായിട്ട് കൊടുക്കുകയാണ്. ഇന്ന് കാഹളം ചെയ്തു.
ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം. ഇതെന്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് സെറ്റാണ്. മക്കളെ, ഇങ്ങനെയൊക്കെ പഠിക്കണോ നിങ്ങൾ ചിന്തിക്കും. ഈ കൃതികൾ പഠിക്കാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കാം. നിങ്ങൾ കൃതികൾ പഠിക്കണം. ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവില്ല. ഇത് ഞാനൊരു ലിങ്ക് ചെയ്ത് പിക്ചർ ആക്കിയിട്ടുണ്ട്. പഞ്ചവടി അല്ലെ, ഇതാണ് എഡ്വേർഡും സൗദാമിനി അവർ കൈകൊണ്ട് ഇങ്ങനെ കളിച്ച് നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാട്ടിലെ ചേട്ടൻ വരികയാണ്, എന്നിട്ട് അവർക്ക് പുസ്തകം കൊടുക്കുന്നു അല്ലെ, സമ്മാനം, ആ കാഹളം, ഇതൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്നും നന്നായിട്ട് നോക്കുക. പഞ്ചവടിയിൽ പാവങ്ങളുടെ പാട്ടുപാടി, കാരണം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിയതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയാത്തത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് ഈ കൃതികള് ഒന്ന് കണക്ട് ചെയ്യുക. പഞ്ചവടി അല്ലെ, പാവങ്ങളുടേത്, കൈകൊണ്ട് എന്താ വെച്ചാൽ മർദ്ദിച്ചും, കാളിയ മർദ്ദനം, സൗദാമിനി, എഡ്വേർഡ് വിജയം, നാടകം കളിച്ചു, ഭാഷാ നാടകം അല്ലെ, കാട്ടിലെ ചേട്ടൻ വരുന്നു, ചിത്രലേഖനം ചെയ്ത ബുക്ക് ലളിത ഉപഹാരം കൊടുക്കുന്നു അല്ലെ, ചിത്രലേഖനം ചെയ്തുകൊണ്ട് ലളിത ഉപഹാരം കൊടുക്കുന്നു, അത് കാഹളം ചെയ്യുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇവിടെ പണ്ഡിറ്റ് കറുപ്പൻ മാഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റീസെന്റ് 2024 ചോദിച്ചൊരു ചോദ്യമാണ്. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. നോക്കൂ, കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു. 24, 23 ഓർമ്മയില്ല, എന്തായാലും ചോദിച്ചു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, തെറ്റാണ്. പുലയർ എന്ന കവിത എഴുതി. അപ്പൊ ഇത് ശരിയാണ്, നമുക്കറിയാം. അപ്പൊ നോക്കൂ, ഓപ്ഷൻ 1 മാത്രം. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇത് നെഗറ്റീവ് വരുത്താൻ സാധ്യത ഏറെയാണ്. ഞാനാണെങ്കിൽ വരുത്തും. കാരണം പുലയർ എന്ന കവിത നമ്മൾ അയ്യങ്കാളിയാണോ ചിന്തിക്കും. കാരണം ഇദ്ദേഹം അരയ സമുദായമാണല്ലോ. എന്നാൽ പുലയർ എന്ന കവിത എഴുതിയത് കറുപ്പൻ മാഷാണ്. ഇവിടെ 1ഉം 3ഉമാണ് ശരി. മനസ്സിലായത് നിങ്ങൾക്ക്? അപ്പൊ ഇതുപോലെ വളരെ ഡീപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ കൃതികളിൽ നോക്കിക്കേ. ഈ കൃതികളിൽ പുലയർ എന്ന കൃതി കാണാൻ പറ്റുമോ? ഇല്ല. ഈ നേരത്തെ പറഞ്ഞ കൃതികൾ നോക്കൂ, ഇവിടെ ഉണ്ടോ? പുലയർ ഇല്ല. അപ്പൊ ഓരോ ഘട്ടത്തിലും PSC പരീക്ഷയിൽ ഇദ്ദേഹത്തിന്റെ പുതിയ പുതിയ കൃതികൾ ചോദിക്കണം. മുഹമ്മദ് നബി എന്ന കവിത ആരുടേതാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ചോദിക്കും. പണ്ഡിറ്റ് കറുപ്പൻ മാഷിനാണ് മുഹമ്മദ് നബി. അപ്പൊ അത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ ഇന്ന് തന്നത്. അപ്പൊ ഇത് മുഴുവൻ പഠിച്ചാൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കൂ, പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ച സിദ്ധാന്തം കൊടുത്തിട്ടുണ്ട്. അദ്വൈത സിദ്ധാന്തമാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള ചില കൃതികൾ, നമ്മള് അദ്ദേഹത്തിന്റെ കൃതികളാണ് പഠിച്ചത് അല്ലെ, കറുപ്പൻ മാഷിന്റെ. എന്നാൽ അദ്ദേഹത്തിന്റെ പേരുള്ള ചില കൃതികളുണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും ഗോപിനാഥ് പനങ്ങാട് എഴുതിയ കൃതിയാണ്. പഠിച്ചു വെക്കണം. ഇതാ ഇവിടെ ഫോട്ടോ ഉണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും, ഗോപിനാഥ് പനങ്ങാട്. ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് PSC. പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും, തങ്കപ്പൻ പൂയപ്പിള്ളി, അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ് അല്ലെ. അപ്പൊ തങ്കപ്പൻ പൂയപ്പിള്ളിയുടെ കൃതിയാണ് പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും. പണ്ഡിറ്റ് കറുപ്പൻ എന്ന കൃതി രചിച്ചത് വി വിദ്യാനന്ദനാണെന്ന് കൂടി പഠിച്ചു വെക്കുക. പണ്ഡിറ്റ് കറുപ്പൻ, വി വിദ്യാനന്ദൻ. മറ്റൊരു കൃതിയാണ് രാജേഷ് കെ എരുമേലി പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുണ്ട്. അപ്പൊ 4 കൃതികൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ ഗ്രാമീണ വായനശാലകൾക്ക് സ്മാരകമുള്ളത് ചേരാനെല്ലൂരിലാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ സ്മാരകവും ചേരാനെല്ലൂരിലാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ പേരിൽ ഒരു പുരസ്കാരം നൽകുന്നുണ്ട്. അപ്പൊ പ്രഥമ പണ്ഡിറ്റ് കറുപ്പന് പുരസ്കാരം കിട്ടിയത് സുഗതകുമാരി ടീച്ചർക്കാണ് 2013 കൂട്ടുകാരെ. പഠിച്ചു വെക്കുക. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം കിട്ടിയത് സുഗതകുമാരി ടീച്ചർക്കാണ്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ ആണെങ്കിൽ ലേറ്റസ്റ്റ് 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം കിട്ടിയത് നമ്മുടെ നടൻ സുരേഷ് ഗോപിക്കാണ്. അപ്പൊ ഇനിയും ഒരുപാട് വസ്തുതകളുണ്ട്. പക്ഷേ അത്യാവശ്യം വേണ്ട. PSC പരീക്ഷകൾ നിങ്ങൾ ഏത് PSC 10th +2 ഡിഗ്രി ഏതൊരു ലെവലിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട നവോത്ഥാനത്തിലെ പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട വസ്തുക്കളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇതുപോലെ നല്ല നല്ല ക്ലാസ്സുകൾ നൽകണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു സമയം, ഇങ്ങനെ ഒരു ക്ലാസ് തയ്യാറെടുക്കാൻ വേണ്ട സമയമൊക്കെ. അപ്പൊ പരമാവധി ആഴ്ചയിൽ 3ഓ 4ഓ ക്ലാസ്സുകൾ മാക്സിമം നമ്മുടെ ഈ ഒരു GKക്ക് വേണ്ടി മാത്രമായിട്ട് തയ്യാറാക്കിയ ഒരു ചാനലാണിത്. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല GK ക്ലാസ്സുകൾ ഓരോ പ്ലേലിസ്റ്റുകളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും. നമ്മുടെ മെയിൻ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അവിടെയും വരാൻ പോകുന്ന പരീക്ഷകളുടെ കണക്റ്റിംഗ് ഫാക്ട് ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, ഒക്കെ അവിടെയും കിട്ടും. അപ്പൊ എല്ലാവർക്കും നല്ലതുമായിട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.